ഇടുക്കി പീരുമേട്ടിൽ ആദിവാസി സ്ത്രീ സീതയുടെ മരണത്തിൽ വഴിത്തിരിവ്. സീത കാട്ടാന ആക്രമണത്തിൽ അല്ല മരിച്ചത്, മറിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സീതയ്ക്ക് ഗുരുതരമായി മർദ്ദനമേറ്റതായും വാരിയെല്ലുകൾ പൊട്ടിയതായും കണ്ടെത്തി. ഭർത്താവ് ബിനു പോലീസ് നിരീക്ഷണത്തിലാണ്. ഇന്നലെയാണ് പീരുമേട്ടിൽ ആദിവാസി സ്ത്രീ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന വാർത്ത പുറത്തു വന്നത്. ഇന്ന് പുലർച്ചെ വരെ സീതയുടെ മരണം കാട്ടാന ആക്രമണത്തിൽ എന്ന നിഗമനത്തിൽ തന്നെയായിരുന്നു പോലീസ് അടക്കമുള്ള അധികൃതർ. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ ചിത്രം മാറി. സീതയുടെ ശരീരത്തിൽ കണ്ടെത്തിയ മുറിവുകളും പാടുകളും കാട്ടാന ആക്രമണത്തിൽ ഉണ്ടായതല്ല എന്ന നിഗമനമാണ് ഫോറൻസിക് സർജന്റെ പ്രാഥമിക വിലയിരുത്തൽ. സീതയുടെ ശരീരത്തിലെ പരിക്കുകൾ കൊലപാതകത്തിന് സമാനമാണെന്ന് പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. മുഖത്തും കഴുത്തിലും മൽപിടുത്തത്തിന്റെ പാടുകൾ കണ്ടെത്തി. തല പിടിച്ച് പരുക്കൻ പ്രതലത്തിൽ പലതവണ ഇടിപ്പിച്ചു. തലയുടെ വലതുഭാഗത്താണ് ഇത്തരത്തിലുള്ള പരിക്കുകൾ. സീതയെ ഉയരത്തിൽ നിന്ന് തള്ളിയിട്ടതായും പരിക്കുകൾ പരിശോധിച്ച ഡോക്ടർമാർ സംശയമുന്നയിച്ചു. ഇടതുവശത്തെ 7 വാരിയലുകളും വലതുവശത്തെ 6 വാരിയലുകളും ഒടിഞ്ഞിട്ടുണ്ട്. ഇടതുവശത്തെ ഒടിഞ്ഞ വാരിയലുകളിൽ 2 എണ്ണവും വലതുവശത്തെ ഒടിഞ്ഞ 1 വാരിയലും ശ്വാസകോശത്തിൽ കുത്തിക്കയറി. സീതയുടെ നാഭിക്ക് തൊഴിച്ചതായും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. രണ്ടാം ഭർത്താവ് ബിനു സംശയനിഴലിലാണ്. ഇയാളെ പോലീസ് നിരീക്ഷിച്ചു വരുന്നു. ബിനുവാണ് സീത കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി പോലീസിനെയും വനംവകുപ്പിനെയും അറിയിച്ചത്. സംശയത്തിന്റെ നിഴലിൽ വനംവകുപ്പ് നൽകാൻ നിശ്ചയിച്ചിരുന്ന ധനസഹായം പിന്നീട് റദ്ദാക്കി. ഇന്ന് നടത്തിയ പരിശോധനയിൽ കാട്ടാന ആക്രമണം ഉണ്ടായ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് കോട്ടയം ഡിവൈഎഫ്ഒയും അറിയിച്ചു. വനംവകുപ്പിന് ഇന്നലെ തന്നെ ഇക്കാര്യത്തിൽ സംശയങ്ങളുണ്ടായിരുന്നു. കാരണം ഈ കൊലപ്പെടുത്തി എന്ന് പറയപ്പെടുന്ന സീതയുടെ ശരീരത്തിൽ കണ്ടെത്തിയ മുറിവുകളൊന്നും തന്നെ സാധാരണ നിലയിൽ കാട്ടാനാക്രമണത്തിൽ കാണപ്പെടുന്ന മുറിവുകളുമായിട്ട് യാതൊരു സാമ്യവുമില്ലായിരുന്നു. മാത്രമല്ല മാരകമായ മുറിവുകളൊന്നും പുറമെ കാണുവാനുമില്ലായിരുന്നു. ഇന്നലെയാണ് സീതയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാട്ടാന ആക്രമണത്തിലാണ് സീത കൊല്ലപ്പെട്ടത് എന്നാണ് ബിനു പറഞ്ഞത്. ഈ മൊഴിയിൽ ബിനു ഇന്നും ഉറച്ചു നിൽക്കുന്നു. കാട്ടുപത്രയിലേക്ക് എടുക്കാൻ വേണ്ടിയാണ് പോയത്. രാവിലെ വാങ്ങിക്കുമ്പോൾ രാവിലെ മഴയാണ് ഞങ്ങൾ പോയി. ഉച്ചയൊക്കെയായപ്പോൾ ശാലം തെളിവ് കണ്ടപ്പോൾ ഞങ്ങൾ ഇറങ്ങി. എൻ്റെ കുടുംബം മുമ്പ് പോയത്. അന്ന് മുമ്പ് ഇറങ്ങി ചെന്നപ്പം പടപ്പിൻ്റെ അടിയിൽ നിന്ന് ആനയാടി തട്ടി എറിയുക. കൊലപാതകമാണെന്ന നിഗമനം ഉയർന്നതോടെ പീരുമേട് പോലീസ് പരിശോധന കർശനമാക്കി. കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങളും മറ്റ് തെളിവുകളുമൊക്കെ പോലീസ് ശേഖരിക്കുന്നുണ്ട്. കൊല്ലപ്പെട്ട സീതയുടെ മൃതദേഹം 4 മണിയോടെ തൊട്ടാപ്പുരയിൽ സംസ്കരിച്ചു. ന്യൂസ് മലയാളം, ഇടുക്കി.